ദിയ കൃഷ്ണയുടെ പ്രസവ വീഡിയോ 50 ലക്ഷം കടന്നു. പുരുഷന്മാർ നിർബന്ധമായും കണ്ടിരിക്കേണ്ടതെന്ന് സോഷ്യൽ മീഡിയ. ഇതൊക്കെ ഭയങ്കര കോലാഹലമൊക്കെ ഉണ്ടായി. അന്ന് ശ്വേതാമേനോൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കളിമണ്ണ്. ദിയ കൃഷ്ണയുടെ പ്രസവത്തിന് പറയുമ്പോൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ആ സിനിമ ആദ്യം പോയി കാണുക. അത് ഒറിജിനലായിട്ട് ശ്വേതാമേനോൻ പ്രസവിച്ചത്. അന്ന് ഭയങ്കര വിവാദമൊക്കെ ആയതാണ്. അതാണ് യഥാർത്ഥത്തിൽ കാണേണ്ടത്. അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ദിയ കൃഷ്ണയുടെ പ്രസവത്തിലൊന്നും ഇത്ര വലിയ പ്രത്യേകത ഇച്ചിരി ക്യാമറ വയ്ക്കണമെന്നുള്ളൂ. ബാക്കി എല്ലാ സ്ത്രീകളും പ്രസവിക്കുന്നവരൊക്കെ പ്രസവിക്കണം. പിന്നെ അമേരിക്കയിലൊക്കെ വീഡിയോ പിടിക്കുന്നത് സിനിമയിൽ എങ്ങാണ്ട് കണ്ടിട്ടുണ്ട്. മുകേഷിൻ്റെ ഒരു പഴയ സിനിമയ്ക്കകത്ത് പ്രസവിക്കുന്ന വീഡിയോ ഒക്കെ പുരുഷന്മാരെടുക്കണം നിർബന്ധം. നിയമം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, സിനിമയെ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുണ്ട്. പിന്നെ ഇത്ര വലിയ ഈ പുരുഷന്മാരുള്ളത് കണ്ടുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയുന്നത് എന്താണ്? എനിക്കിപ്പോഴും മനസ്സിലാവിട്ടില്ല. അതിനിത്ര വലിയ കൗതുകമൊന്നുമില്ല. ഒരു വീഡിയോ ക്യാമറ എടുത്ത് ഇങ്ങനെ വെച്ച് കാണുന്നതിന്. എന്താ അല്ലേ, അവരൊരു പ്രമുഖ നടൻ്റെ മകളാണ്. അതിന് അവർക്ക് യൂട്യൂബിൽ നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അവരിത് വാച്ച് ചെയ്യുന്നു. 50 ലക്ഷം പേര് കണ്ടു. പ്രസവം അത്ര വലിയ എടുക്കേണ്ട കാര്യമൊന്നും അങ്ങനെ ഇരിക്കുന്നില്ല. എല്ലാവരും അത് കണ്ടിട്ടൊക്കെ തന്നെയാണ്, ഇതിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്.